അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കുറെ കാലമായി വീഡിയോസുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങിപ്പോവാണ്. അപ്പൊ ഏതായാലും ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് വൈജ്ഞാനികമായ ആധികാരികമായ പല വിഷയങ്ങളും നിങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കാം. അപ്പൊ ഏത് വിഷയം ആദ്യമായി തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ പരിശുദ്ധമായ റബീഉ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പൊ മൗലിദാശം പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ച പൊതുവെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. സൂര്യപക്ഷം മൗലിദാശം പുണ്യകരമാണെന്ന്, മുജാഹിദ് പക്ഷങ്ങൾ അത് തെറ്റാണ്, അതിന് തെളിവില്ല എന്നും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ മുജാഹിദുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ സാധിക്കുമോ? ഖുർആനിൽ നിന്ന് തെളിവ് എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്, അത് ഈ ആയത്ത് മൗലിദാഘോഷത്തിന് തെളിവാണ് എന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കുറെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു ആയത്തുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്ത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഇന്ന് ഉദ്ധരിക്കാൻ പോകുന്നത് മറ്റൊരു ആയത്താണ്. അൽ ബഖറ 155 ആയത്ത്, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത് ചർച്ച ചെയ്യുന്നിടത്ത് മഹാനായ ഇബ്നു ആഷൂർ, മുഹമ്മദ് താഹിർ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ തഫ്സീറായ അത്തഹരീർ വത്തൻവീർ എന്ന ഗ്രന്ഥത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, വദക്കിർഹും ബി അയ്യാമില്ലാഹ്, നിങ്ങൾ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദിവസങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത് ഈ രണ്ട് ആയത്ത് വെച്ചുകൊണ്ട് മഹാനായ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, വമിൻഹു അഖദൽ ഉലമാഉ തഅലീമൽ യൗമിൽ മുവാഫിഖി ലിയൗമി വിലാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഏറ്റവും വലിയ പ്രസിദ്ധമായ തഫ്സീറാണ് അത്തഹരീർ വത്തൻവീർ. അത്തഹരീർ വത്തൻവീർ എന്ന തഫ്സീർ എഴുതാൻ 50 വർഷം, ഒരു പുരുഷായുസിന്റെ ഭൂരിഭാഗവും അവരുടെ ജീവിതത്തിൽ ഇതിനെ എഴുതാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായ ഒരു തഫ്സീറാണ്. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു, തുനീഷ്യക്കാരനായിരുന്നു, ഖാളി, മുഫ്തി, മുഫസ്സിറും കൂടിയായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം എന്നായിരുന്നു അദ്ദേഹം. മാലിക്കി മദ്ഹബിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കാണാം. കശ്ഫുൽ മുഖത്ത ഫി അഹാദീസിൽ മുവത്തയുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ് വിശദീകരിക്കുന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ ഇമാം ബുഖാരി ഹദീസിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആ കൂട്ടത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഞാൻ ഈ പറഞ്ഞ അത്തഹരീർ വത്തൻവീർ എന്ന് പറയുന്ന ഗ്രന്ഥം. 30 ജുസ്കളാണുള്ളത്, 15 മുജല്ലദുകളായിട്ട്. ഞാൻ പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ മുഴുവനായി ഇറക്കപ്പെട്ടിട്ടില്ല ആ സമയത്ത്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഈ റമളാൻ മാസം എന്ന് പറയുമ്പോൾ ഈ സിയാമ്, നോമ്പ് നിർബന്ധമാകുന്ന ആയത്ത് ഇറക്കപ്പെടുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇമാം ഇബ്നു ആഷൂർ പറയാണ്, ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അല്പം ഇറക്കപ്പെട്ടു എന്നാണ്. ഈ ഖുർആനിന്റെ ബാക്കിയുള്ള അല്പാൽപങ്ങൾ അതുപോലത്തെ സമാനമായ ദിവസങ്ങളിൽ ഇറക്കപ്പെട്ടു. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശമെന്നും ഇവിടെ ഓരോ വർഷങ്ങളും അതിന് ഓരോരു പ്രാധാന്യം ഉണ്ടെന്നും ആ പ്രാധാന്യത്തിൽപ്പെട്ടതാണ് വദക്കിറുഹും ബി അയ്യാമില്ലാഹ്, അള്ളാഹുവിന്റെ ദിവസങ്ങളെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ജന്മദിവസം എന്ന് പറയുന്നത് ഈ അയ്യാമില്ല എന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹദൽ ഉലമാഉ വമിൻഹു അഹദൽ ഉലമാഹു, ഈ ആയത്തിൽ നിന്നാണ് ഉലമാക്കൾ പഠിച്ചത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസം അതിന്റെ ഓരോ വാർഷികം വരുമ്പോഴും അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് അതിന്റെ തെളിവാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ആഷൂർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. 2-ാം ജുസ്ഇലാണ് ഈ വിഷയം പറയുന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് തെളിവുണ്ടോ ആയത്ത് തെളിവുണ്ടോ. ഈ ആയത്താണ് വദക്കിറുഹും ബി അയ്യാമില്ലാഹ് എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു ആഷൂർ റഹിമഹുല്ല ഇതിനെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇബ്നു ആഷൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. 40ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മജല്ലത്തുൽ മനാർ, അതുപോലെ തന്നെ മജ്മുഉൽ ലുഗത്തുൽ അറബിയ കൈറോയിലുള്ള, അതുപോലെ തന്നെ മജ്മുഉൽ ഇൽമുൽ അറബി ദിമഷ്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖുൽ ജാമിഉൽ അസ്ഹറായ മുഹമ്മദ് അൽ ഖദീർ ഹുസൈൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. 1879 അദ്ദേഹത്തിന്റെ ജനനം സംഭവിക്കുന്നത്. അപ്പൊ അത്രയും വലിയ പണ്ഡിതൻ പറയുന്നത് അഹദൽ ഉലമാവുന്ന, ഉലമാ അതിനെ പിടിച്ചു. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഏത് പണ്ഡിതന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.